എൻ്റെ പേര് ശൈലജകുമാരി, കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ ഇവിടെ കുറേ വേസ്റ്റൊക്കെ വരുന്നതിന് നമുക്ക് ഈ ക്യാൻറ്റീന് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതിന് മുന്നോടിയായിട്ട് നമുക്കത് ഇവിടെ നിലനിർത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഗ്യാസ് തന്നെ ഇവിടെ ക്യാൻറ്റീന് ആവശ്യമായ മുക്കാൽ ഭാഗം വരുന്ന ഗ്യാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ലൊരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എൻ്റെ പേര് വിനിത എന്നാണ്. ഞാൻ ഇവിടെ നന്ദനം കുടുംബശ്രീയുടെ ഇവിടെ ജോലി ചെയ്യുന്നതാണ്. ഇവിടെ ഹോസ്പിറ്റലിനും പഞ്ചായത്തിനും വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കടയുടെ ഉണ്ട് ഇവിടെ കോളേജ് റോഡിൻ്റെ അവിടെ രുചിക്കൂട്ടെന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടത്തേക്കും വേണ്ടി ഇവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കിയത് കൊടുക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലുള്ളവർക്കും പഞ്ചായത്തുള്ളവർക്കും ഒക്കെ ഇവിടെ വന്ന് തന്നെ അവർ ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകുന്നത്. പിന്നെ നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൗകര്യം ഇല്ലായിരുന്നു. അന്നേരം ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ബയോഗ്യാസിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. അന്നേരം പിന്നെ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പഞ്ചായത്ത് ഇങ്ങനെ അറിയിച്ചപ്പോഴത്തേക്കും അവർ പിന്നെ ഇടപെട്ടാണ് നമുക്കിവിടെ ഈ ക്യാൻറ്റീൻ്റെ അടുത്ത് നമുക്ക് ബയോഗ്യാസ് കൊണ്ട് വെച്ച് തന്നത്. പക്ഷെ നമുക്കത് വളരെ ഒരു ഫലപ്രദമാണ്. ഇവിടുത്തെ വേസ്റ്റുകളെല്ലാം ഞങ്ങൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഞങ്ങൾ അതിലാണ് കൊണ്ടിടുന്നത്. അന്നേരം നമുക്കിവിടെ ഗ്യാസും നമുക്ക് ലാഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം വെളിയിൽ നിന്ന് ഗ്യാസ് എടുത്താണ് നമ്മൾ ഫുഡൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഗ്യാസിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ഇത് കിട്ടിയപ്പോൾ ബയോഗ്യാസിൻ്റെ ഇത് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ ഇതിൽ പച്ചക്കറിയൊക്കെ ഇതിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിപ്പം തോരനായിരുന്നാലും കറിയും ഇതൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. 2-3 ഐറ്റമൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം. മറ്റേ ഗ്യാസിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. ബയോഗ്യാസിൻ്റെ വളരെ നല്ലതാണ്. വേസ്റ്റ് ഫുഡിൻ്റെ വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ് ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടിട്ട് നമുക്ക് തന്നെ അത് ഉപകാരപ്പെടണം. പൈസ അത്ര ചിലവാകില്ല. ഗ്യാസിന് നമ്മൾ വെളിയിൽ നിന്ന് ഗ്യാസ് എടുക്കുന്നതിന് പൈസ ചിലവാകില്ല ഈ ബയോഗ്യാസ് ഉണ്ടായിരുന്നാൽ. പിന്നെ ഇവിടെ നിന്ന് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ഒരു സൗകര്യപ്രദമാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കൊക്കെ ഇത് അവർക്ക് ചായ ഇട്ട് കൊടുക്കാനും പെട്ടെന്നൊക്കെ അവർ വന്ന് ചായയൊക്കെ വന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ബയോഗ്യാസിലൊക്കെ ഇട്ടാണ് ഞാൻ ചായ ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് നമുക്കിത് ഉപകാരപ്പെടുന്നുണ്ട്. ഇത് കോഴി ഫാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അത് നമുക്ക് എന്തായാലും നമ്മൾ അടുത്ത പ്രോജക്റ്റ് വെക്കുന്ന സമയത്ത്, റിവിഷൻ്റെ സമയത്ത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മൾ അതിനുവേണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.